കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാലം ഒലിച്ചുപോയി. നമ്മളാരും കുറ്റക്കാരല്ല. ഇവിടെ നമുക്കറിയാം 2019 വെള്ളപ്പൊക്കത്തില് 4 വർഷം മുമ്പ് പാലം ഒലിച്ചു പോയപ്പോൾ ഒരു വർഷം അതിനെ പറ്റിയിട്ട് അനക്കവുമില്ല. അവസാനം പ്രദേശവാസികളെ മുട്ടേണ്ട വാതിലുകളൊക്കെ മുട്ടിയപ്പോൾ, ആ പ്രദേശവാസികൾ ശക്തമായ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ MLA ഫണ്ട് അനുവദിക്കേണ്ടി വന്നു. ഫണ്ട് അനുവദിച്ചിട്ട് ഇപ്പോഴും പാലം യാഥാർത്ഥ്യമായിട്ടില്ല. പാലം വരുമ്പോൾ റോഡ് വേണം. ആരുടെ കൈവശമാണ് റോഡുള്ളത്? നമ്മുടെ മരുമകൻ ഭരിക്കുന്ന കേരള പൊതുമരാമത്തിന്റെ വകുപ്പിന്റെ കീഴിലാണ് ആ പാക്കോയ് റോഡുള്ളത്. ഭൂമിവാദിക്കലിൽ നിന്ന് അമ്പത്തവിടേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് മുനീർ സാഹിബ് ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയ സമയത്ത് അന്ന് ആ റോഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ അവസാനത്തിലാണ് നമുക്ക് ആ റോഡ് PWD ഏറ്റെടുത്തത്. അതിനുശേഷം പല പ്രാവശ്യം നമ്മൾ MLA മുഖേന ആവശ്യപ്പെട്ടു. ഈ ഗവൺമെന്റ് ഫണ്ട് തന്നില്ല. ഇപ്പൊ പാലം വന്നപ്പോൾ റോഡ് വേണം. ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായി ഫണ്ട് അനുവദിച്ചു. എന്നിട്ടോ ഇവിടുത്തെ ജനങ്ങളെ 4 മീറ്റർ വീതിയുള്ള റോഡ് 8 മീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? അവരുടെ പൊന്നു വിലക്കുള്ള ഭൂമി കൊടുത്തു. എത്ര മാസമായി നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ? ഒരു മഴ പെയ്യട്ടെ, ഭൂമിവാദികളുടെ പാക്കോയ് പ്രദേശത്തേക്ക് ഒരാൾക്ക് പോലും നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഒരുപാട് സമരങ്ങൾ നടന്നു. വ്യാപാരികൾ സാഹിബിന്റെ സുഹൃത്തുക്കളെ ക്ഷമ കെട്ടപ്പോൾ അവർ ഒരു ദിവസം സമരം നടത്തി. മുസ്ലിം ലീഗ് പ്രസ്ഥാനം സമരം നടത്തി. ഒരനക്കവുമില്ല. ആരാണ് അനങ്ങേണ്ടത്? പൊതുമരാമത്തിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് കരാറ് കൊടുത്തിട്ടുണ്ട്. ഒരു CPM സഹയാത്രികര്, കാസർഗോഡുകാരനായ ഒരു CPM സഹയാത്രികര്, ആ സഹയാത്രികർ നമുക്കറിയാം ഈ പ്രദേശത്ത് ചില റോഡ് എടുത്തിട്ടുണ്ട്. ചെക്കാട് റോഡ് എടുത്തിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞിട്ടാണ് പണി തീർത്തത്. അന്ന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ഈ കരാറുകാരനെതിരെ നമ്മൾ പരാതി പറഞ്ഞപ്പോൾ അന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ ഉത്തരവാദപ്പെട്ട സർവകക്ഷി രാഷ്ട്രീയ പാർട്ടി പ്രതികളോട് പറഞ്ഞിട്ടുണ്ട് ഈ കരാറുകാരനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. പക്ഷെ നമ്മൾ കണ്ടത് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയതല്ല. 2 മാസം കഴിഞ്ഞപ്പോൾ വാണിമേൽ പാക്കോയ് റോഡിന്റെ ഉത്തരവാദിത്വവും ആ കെടുകാര്യസ്ഥതയുടെ പ്രതീകമായ കരാറുകാരന് കൊടുത്തു. എന്തേ ഇപ്പൊ അവസ്ഥ? പൊന്നും വിലയുള്ള ഭൂമി വിട്ടുകൊടുത്ത ജനങ്ങള് ഇന്ന് പൊടിഞ്ഞു കഴിയേണ്ട ഒരു അവസ്ഥ വിഷയത്തിലേക്ക് പോയി. ഇതിനൊരു മാറ്റമുണ്ടാകണ്ടേ? അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത് ഇവിടുത്തെ MLA മൗനം വെടിയണം. MLA ഇങ്ങനെ മരിച്ച വീട്ടിൽ വന്നുകൊണ്ട് കാര്യമില്ല. കല്യാണ വീട്ടിൽ വന്നുകൊണ്ട് കാര്യമില്ല. രാജ്യത്തെ പ്രദേശത്തെ വികസന കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം. എന്തുകൊണ്ട് നമുക്കറിയാം ആ റോഡില് കുറെ ദിവസം പൈപ്പ് ലൈൻ കുഴിക്കാൻ വേണ്ടി കാത്തു നിന്നു. എന്റെ MLAക്ക് PWD ഉദ്യോഗസ്ഥന്മാരോടൊപ്പം വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, അതുപോലെ തന്നെ KSEBിയുടെ ഉദ്യോഗസ്ഥന്മാരെ ഒരു മേശ വരുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് റോഡ് പണി നടക്കുമ്പോൾ ആവശ്യമുള്ളത്, എത്ര പൈപ്പ് ഇടണം, ഏതൊക്കെ പോസ്റ്റ് മാറ്റണം, ഇതിനൊക്കെ വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി അത് സമയബന്ധിതമായി ചെയ്യണ്ടേ? ചെയ്യാൻ നിർദ്ദേശം കൊടുക്കണ്ടേ? ആരാ ഏൽപ്പിക്കേണ്ടത്? MLA ആണ് ഏൽപ്പിക്കേണ്ടത്. MLAക്കാണ് അതിന് ശക്തമായ നിർദ്ദേശം കൊടുക്കാൻ പറ്റുക. പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായില്ല. അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കുകയാണ് പാക്കോയ് പ്രദേശത്തെ ഭൂമിവാദിക്കൽ പ്രദേശത്തെ ആൾക്കാർ. ഞങ്ങൾക്ക് വളരെ പ്രയാസമുണ്ട്. മുസ്ലിം ലീഗ് ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം PWD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇനിയും പാക്കോയ് പ്രദേശത്തെ റോഡിന്റെ പ്രശ്നം പരിഹരിക്കുന്നില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി യൂത്ത് ലീഗ് മുസ്ലിം ലീഗ് മുന്നോട്ട് വരും. ഈ നാട് തന്നെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. പാക്കോയ് പ്രദേശത്ത് ആൾക്കാരെ ഒറ്റക്കിട്ടുകൊണ്ട് അവരെ നരകയാതനയിലേക്ക് വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതിശക്തമായ സമര പരിപാടികളുമായി മുസ്ലിം ലീഗും യൂത്ത് ലീഗും മുന്നോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് അവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാനുള്ള ഒരു സംവിധാനം ബഹുമാനപ്പെട്ട MLA ഹൃദയത്തിൽ കിടക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല.